അത് സ്കൂൾ വിട്ട് വന്നപ്പോൾ അവൾക്ക് താളി തേച്ച് കുളിക്കണം എന്നൊരു മോഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ആ താളി തേച്ച് കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ താളി തേക്കാനായിട്ട് നമുക്ക് 5 ഇതള് റെഡ് ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ഇലയല്ലേ വേണ്ടത്. അത് പട്ടിഷോയാണ്, അത് നമ്മൾ കാര്യം നോക്കണ്ട. അപ്പോൾ അത് ചെമ്പരത്തി ഇലയൊക്കെ പറിച്ചിട്ട് താളി ഉണ്ടാക്കി അതിനെന്തായാലും കുളിപ്പിക്കാം. പട്ടിഷോകൾ തുടർന്നുകൊണ്ടിരിക്കും. ചെമ്പരത്തിപ്പൂ കിട്ടിയിരിക്കുകയാണ്. ചെമ്പരത്തിപ്പൂവും ഇലയും കൂടി പറിച്ചിട്ട് കുറച്ച് പറിച്ചെടുക്കണം. നിനക്ക് മാത്രമല്ല അത് 2 പൂവും കുറച്ച് ഇതളും മതി. നല്ല ഇതള് നോക്കി പറിച്ചാൽ മതി. എനിക്കറിയില്ല എങ്ങനത്തെ ആണ് ഇതളെന്ന് പറിക്കണ്ടേന്ന്. കൊടുക്കുകയാണ്. എൻ്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. ഒരു പാത്രത്തിൽ ഇതിങ്ങനെ വെച്ച് കീറിട്ടിട്ടുണ്ട്. ഇനി ഒരു സ്വല്പം വെള്ളവും കൂടി എടുത്തിട്ട് നമുക്കിങ്ങനെ നല്ലോണം കുഴച്ച് താളിയാക്കി എടുക്കാം. അപ്പോൾ താളിയാക്കി എടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ താളി റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു ജെല്ലി പരുവത്തിൽ വരും. അപ്പോൾ ഇത് നമുക്ക് ഈ ഇലയൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയണം, അല്ലെങ്കിൽ പിന്നെ തലയിൽ ആവില്ലേ. അപ്പോൾ എന്താണെങ്കിലും ഇതിലേക്ക് കുളിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇലയൊക്കെ പിഴിഞ്ഞ് കളയണം. ഞാനങ്ങനെ കുളിച്ചിറങ്ങി. നല്ലൊരു രസമുണ്ട് കുളിച്ചിറങ്ങിയപ്പോഴത്തേക്ക്. അപ്പോൾ നല്ല രസമുണ്ട്. നിങ്ങൾ താളി തേച്ച് കുളിച്ച് നോക്കുക. ടാറ്റാ.